സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണെന്ന് ധനമന്ത്രി വാതോരാതെ പറയുമ്പോഴും കോടികൾ വരുമാനമുള്ള ദേവസ്വം ബോർഡുകൾക്ക് വാരിക്കോരി ധനസഹായം. കഴിഞ്ഞ 5 വർഷത്തിനിടെ സംസ്ഥാന സർക്കാർ ധനസഹായമായി ദേവസ്വം ബോർഡുകൾക്ക് നൽകിയത് 3267 കോടി രൂപയിൽ അധികമാണ്. 5 ദേവസ്വം ബോർഡുകളിലായി ഈ കാലയളവിലെ വരുമാനം 4958 കോടിയിൽ പരം രൂപ. വൻ തുകയാണ് ബോർഡുകൾക്ക് വിവിധ ബാങ്കുകളിലായി ഫിക്സഡ് ഡെപ്പോസിറ്റുകളായുള്ളത്. ഈ തുകയുടെ പലിശയുടെ ഒരംശം പോലും ബോർഡുകൾക്ക് ചിലവാകുന്നില്ല എന്നിരിക്കെയാണ് സർക്കാർ പദ്ധതികൾക്കെന്ന പേരിൽ കോടികൾ നൽകുന്നത്, അതും സാമ്പത്തിക പ്രതിസന്ധികൾക്കിടെ. ഗുരുവായൂർ ദേവസ്വത്തിനൊഴികെ ബാക്കി 4 ദേവസ്വം ബോർഡുകൾക്കും വൻ തുകയാണ് സഹായമായി നൽകിയത്. മലബാർ ദേവസ്വം ബോർഡ് ഒഴികെ സംസ്ഥാനത്തെ ദേവസ്വം ബോർഡുകൾ തനത് വരുമാനത്തിൽ നിന്നാണ് ശമ്പളം അടക്കമുള്ള ദൈനംദിന ചെലവുകൾ നടത്തി വരുന്നതെന്നാണ് വകുപ്പ് മന്ത്രി ഇന്നലെ നിയമസഭയിൽ പറഞ്ഞത്. മലബാർ ദേവസ്വം ബോർഡിന് വരുമാനം കുറവായതിനാൽ സർക്കാരിൽ നിന്നുള്ള ഗ്രാന്റ് ഉൾപ്പെടുത്തിയാണ് അത്തരം ചെലവുകൾ വഹിക്കുന്നതെന്നും മന്ത്രി പറയുന്നു. സർക്കാർ കണക്കുകൾ പ്രകാരം ഗുരുവായൂർ ദേവസ്വം ബോർഡിന് കഴിഞ്ഞ 5 വർഷത്തിനിടെ 1 രൂപ പോലും ധനസഹായം നൽകിയിട്ടില്ല. അവരുടെ തനത് ഫണ്ടിൽ നിന്നാണ് എല്ലാ കാര്യങ്ങൾക്കുമുള്ള പണം ചെലവഴിക്കുന്നത്. എന്നാൽ മറ്റു ബോർഡുകൾക്ക് തനത് ഫണ്ടിൽ കോടിക്കണക്കിന് രൂപയുള്ളപ്പോൾ എന്തിനാണ് സർക്കാർ ധനസഹായമെന്ന ചോദ്യമാണ് ഉയരുന്നത്. 5 ബോർഡുകൾക്കുമായി വിവിധ പദ്ധതികൾക്ക് അവരുടെ വരുമാനത്തിൽ നിന്നും തുക ചെലവഴിച്ചാൽ പോലും വൻ തുക ബാക്കി വരും. എന്നാൽ വിവിധ സീസണുകളിലായി നിരവധി പ്രോജക്റ്റുകളുടെ പേരിൽ സർക്കാർ ധനസഹായം നൽകി വരികയാണ്. ശബരിമല ഇടത്താവള നവീകരണം, ഭക്തരുടെ അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയവയ്ക്കായി സർക്കാർ ധനസഹായം നൽകാറുണ്ട്. ഇത്തരത്തിലുള്ള ചെലവുകൾ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാമെന്നിരിക്കെയാണ് സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും ദേവസ്വം ബോർഡുകളെ സർക്കാർ കൈയയച്ച് സഹായിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 2670.48 കോടി രൂപയാണ് വരുമാനം. സർക്കാർ ധനസഹായമായി നൽകിയത് 142.56 രൂപയാണ്. സർക്കാർ സഹായമില്ലാതെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ എല്ലാവിധ കാര്യങ്ങൾക്കും ഫണ്ടുണ്ടെന്നിരിക്കെയാണ് വാരിക്കോരി നൽകുന്നത്. വർഷാവർഷം കോടിക്കണക്കിന് രൂപയാണ് വിവിധ പദ്ധതികൾക്കായി നൽകിയിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ജീവനക്കാരുടെ ശമ്പളത്തിനും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങൾക്കുമായി പ്രതിമാസം 55 കോടി രൂപയാണ് ആവശ്യമുള്ളത്. ബോർഡിൻ്റെ കോടിക്കണക്കിന് വരുന്ന വരുമാനം വിവിധ ബാങ്കുകളിൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകളായും നിക്ഷേപിക്കാറുണ്ട്. ഈ തുകയ്ക്ക് ലഭിക്കുന്ന പലിശയുടെ ഒരംശം പോലും വേണ്ട ശമ്പളവും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകാൻ. ബാക്കി തുക എന്തു ചെയ്യുന്നുവെന്ന ചോദ്യം ഇവിടെ ഉയരുകയാണ്. ശബരിമല പോലുള്ള വലിയ ക്ഷേത്രങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വരുമാന സ്രോതസ്. ശബരിമല സന്നിധാനത്തൊക്കെ വിവിധ നിർമ്മാണങ്ങൾ നടത്തുന്നത് സ്പോൺസർഷിപ്പിലൂടെയാണ്. കോടിക്കണക്കിന് രൂപയാണ് ഇതിനായി ഭക്തർ നൽകാറുള്ളത്. ദേവസ്വം ബോർഡിന് അത്തരം നിർമ്മാണങ്ങളിൽ യാതൊരു തുകയും ചെലവഴിക്കേണ്ടി വരുന്നുമില്ല. മണ്ഡല മകരവിളക്ക് കാലത്താണ് കൂടുതൽ ഭക്തർ ശബരിമലയിൽ എത്തുന്നത്. ഈ സമയത്ത് ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് ബോർഡിൻ്റെ മറ്റു ചെറിയ ക്ഷേത്രങ്ങളിലെ ചെലവുകളും നടക്കുന്നത്. എന്നാലും വൻതുക നീക്കിയിരിപ്പുള്ള ബോർഡാണ് തിരുവിതാംകൂർ ദേവസ്വം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ 4500ഓളം ജീവനക്കാരാണ് അമ്പലങ്ങളിലും ഓഫീസുകളിലുമായി ജോലി ചെയ്യുന്നത്. 4000ഓളം പെൻഷൻകാരുമുണ്ട്. മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ ഉൾപ്പെടെ പ്രതിമാസം 55 കോടി രൂപയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ചെലവ്. വിവിധ ബാങ്കുകളിലെ നിക്ഷേപത്തിൻ്റെ പലിശയുടെ ഒരംശം പോലും ഇത്തരം ആവശ്യങ്ങൾക്കായി ചിലവാകുന്നില്ല എന്നർത്ഥം. ഇതിനു പുറമെയാണ് വിവിധ പദ്ധതികൾക്കെന്ന് പറഞ്ഞ് സർക്കാർ സഹായം നൽകുന്നത്. ദേവസ്വം ബോർഡുകളിൽ വിവിധ സർക്കാർ പ്രോജക്റ്റുകൾ നടപ്പാക്കുന്നതിനായി ഹൈപവർ കമ്മിറ്റികൾ നിലവിലുണ്ട്. ഇവരാണ് ഫണ്ട് വിനിയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നത്. ഓരോ പ്രോജക്റ്റിനും പ്രത്യേകം ഫണ്ടുകളാണ് അനുവദിക്കാറുള്ളത്. ഇത്തരത്തിലാണ് മറ്റ് 4 ബോർഡുകൾക്കും സർക്കാർ കൈയയച്ച് സഹായിക്കുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞ 5 വർഷത്തിനിടെ 6655.99 കോടി രൂപയുടെ വരുമാനമാണ് ലഭിച്ചത്. സർക്കാർ സഹായമായി നൽകിയതാകട്ടെ 25 കോടിയിൽ പരം രൂപയും. ഇവിടെയും തനത് ഫണ്ടിൽ നിന്ന് തന്നെ മറ്റു കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കാമെന്നിരിക്കെയാണ് സർക്കാർ സഹായം നൽകിയിരിക്കുന്നത്. കൂടൽമാണിക്യം ദേവസ്വം ബോർഡിനാണ് കഴിഞ്ഞ 5 വർഷത്തിനിടെ ഏറ്റവും കുറച്ച് ധനസഹായം സർക്കാർ നൽകിയത്. 15 ലക്ഷം രൂപ മാത്രമേ ഇവിടെ സഹായം നൽകിയിട്ടുള്ളൂ. അതും 2020-21 വർഷത്തിലാണ് സഹായം അനുവദിച്ചത്. ദേവസ്വത്തിന് കീഴിൽ 12ഓളം ക്ഷേത്രങ്ങളുണ്ട്. അമ്പലം ഓഫീസ് ജീവനക്കാരായി 75ഓളം പേര് ജോലിയെടുക്കുന്നു. ഇവർക്ക് ശമ്പളത്തിനും മറ്റ് ആനുകൂല്യങ്ങൾക്കുമായി പ്രതിമാസം 25 ലക്ഷം രൂപയ്ക്കടുത്ത് ചെലവുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇവിടുത്തെ തനത് വരുമാനം 15 കോടി 14 ലക്ഷത്തിലേറെ രൂപയാണ്.
5 വർഷത്തിനിടെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങൾക്കുമായി ചെലവ് 15 കോടി രൂപയും. ഗുരുവായൂർ ദേവസ്വം ബോർഡിന് സർക്കാർ 5 വർഷത്തിനിടെ യാതൊരു സഹായവും നൽകിയിട്ടില്ല. ഇവിടുത്തെ തനത് വരുമാനം ഉപയോഗിച്ചാണ് അവിടുത്തെ ചിലവുകളെല്ലാം നടക്കുന്നത്. ഇവിടുത്തെ തനത് വരുമാനം 158 കോടിയിൽ അധികമാണ്. ബാങ്കിൽ നിന്നുള്ള കൃത്യമായ വിവരമല്ല ഇത്. ഈ തുക ഉപയോഗിച്ചാണ് ക്ഷേത്രത്തിലെ ദൈനംദിന കാര്യങ്ങളും മറ്റ് ചിലവുകളും നടന്നു പോകുന്നത്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിൽ 21.92 കോടി രൂപയാണ് 5 വർഷത്തിനിടെയുള്ള വരുമാനം. ഈ കാലയളവിൽ സർക്കാർ സഹായമായി നൽകിയത് 158.50 കോടി രൂപയും. ഇത്രയധികം തുക വരുമാനമുള്ള ദേവസ്വം ബോർഡുകൾക്ക് എന്തിനാണ് സർക്കാർ സഹായം നൽകുന്നതെന്നാണ് സാമ്പത്തിക വിദഗ്ധരും ചോദിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണെന്നാണ് ധനമന്ത്രിയുടെ വാദം. ഈ സാഹചര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ച ദേവസ്വം ബോർഡുകൾക്ക് ധനസഹായം നൽകേണ്ടതുണ്ടോ എന്ന് സർക്കാർ പുനരാലോചിക്കണമെന്നും വിദഗ്ധർ പറയുന്നു. വരുമാനം കൂടുന്നതോടെയാണ് പല ബോർഡുകൾക്കും അഴിമതിക്ക് വഴിവെക്കുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു.